പക്ഷേ ഈ ഉൽപ്പന്നങ്ങളുടെ ഒഴുക്കിൽ എനിക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അവിടെയാണ് ഈ 10-ാം തീയതി ഒരു കാശ് തീർന്നു പോകണം കേട്ടോ. നേരത്തെ ഡെന്നി എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, 10-ാം തീയതി ആകുമ്പോൾ തീർന്നുപോയി. തീർന്നു പോകുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ആവശ്യമുള്ളതിനെ ചൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ പലരും ഉണ്ട്. പരസ്യങ്ങൾക്ക് ഞാൻ എതിരല്ല, കാരണം ബിസിനസ് ലോകം വളരണം, അതുകൊണ്ട് അവർ പ്രോഡക്റ്റിന് പരസ്യപ്പെടുത്തണം, അത് നമ്മളാരും എതിരല്ല. പക്ഷേ വിവേകപൂർണമായൊരു തീരുമാനമെടുക്കാൻ കൺസ്യൂമറിന് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരസ്യത്തിനോടൊപ്പം പോകാതെ, പരസ്യങ്ങളൊക്കെ കണ്ടോ കേട്ടോ, പരസ്യത്തിനൊപ്പം പോകാതെ എൻ്റെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമാകണം. എൻ്റെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമാകാതെ വരുമ്പോഴാണ് ഈ കടം കയറുന്നത്. പലർക്കും സംഭവിക്കണ ഈ 4 കോളത്തിലെ 3ാമത്തെ കടം എന്നുള്ള കോളം വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലവിന് അവിടെ ഇല്ല, അപ്പോൾ സമ്പാദ്യം ഇല്ലാണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഇത് താളപ്പിഴ വരുന്നത്. അതെ, ഈ ഒരു 4 കോളം കൂടാതെ ഇപ്പൊ ജെൻസി പിള്ളേര് പുതിയതായിട്ട് വിനോദത്തിനും കൂടി ഒരു കോളം ഒഴിച്ചിട്ടാണ്. പലപ്പോഴും ഈ ഒരു കോളായിരിക്കും അവരുടെ വലുതായി വരുന്നത്. അപ്പോൾ അവരുടെ വരുമാനത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഒരു 10-ാം തീയതിക്ക് ആകുമ്പോഴേക്കും പെട്ടെന്ന് കാലിയാവുന്നത് എങ്ങനെയാണ്? എത്രത്തോളം അതിന് ഈ ഒരു കോളങ്ങളിൽ പ്രാധാന്യമുണ്ട്? ചെലവ് കോളം തന്നെയാണ്, എന്നാൽ പോലും അവരൊരു സെപ്പറേറ്റ് കോളമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ജെൻസി വന്ന് ജെൻ ആൽഫയിലും കണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത് അല്ലേ? പുതിയ തലമുറ വന്ന് നിൽക്കുന്ന ജെൻ ആൽഫ. ജെൻസി ഇപ്പോൾ വീണ്ടും 90 കിഡ്സ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ജെൻ ഇസഡ് വന്നു ഇടയ്ക്ക് അല്ലേ? ഇപ്പോൾ ജെൻ ആൽഫ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ആൽഫ കഴിഞ്ഞ് ബീറ്റ ഗാമയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പഴയ തലമുറയുടെ ജീവിതത്തിലുള്ള സമീപനവും പുതിയ തലമുറയുടെ സമീപനവും വ്യത്യാസമുണ്ട്. പഴയ തലമുറയുടെ ലെഷർ എൻജോയ്മെൻറ്റ്, വിശ്രമവേളകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് പുതിയ തലമുറയുടെ വ്യത്യാസമുണ്ട്. പഴയ തലമുറ ഇതുപോലത്തെ യാത്രകളെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ ബർഗറിനെക്കുറിച്ചും പിസ്സയെക്കുറിച്ചും ഒന്നും അധികം ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ സിനിമ വെള്ളിയാഴ്ച റിലീസാകുമ്പോൾ അന്ന് തന്നെ കാണണമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. യാത്രകൾ അല്ലേ? അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് വിനോദത്തിനുള്ളൊരു കോളം. ഓഫ് കോഴ്സ് ഡെന്നി പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ മറ്റൊരു സ്ഥലമാണത്. വിനോദം നല്ലതാണ് മനുഷ്യൻ അല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും പണിയെടുത്ത് എന്നും ജീവിച്ച് ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ജീവിക്കേണ്ടവരൊന്നും അല്ല. ഒരു ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഔട്ടിങ്, എന്നാലേ നമ്മുടെ ടൂറിസം വളരുള്ളൂ. നമ്മുടെ ടൂറിസം വ്യവസായം വളരണമല്ലോ. ആരും എങ്ങും പോകാതിരുന്നാൽ ശരിയാകത്തില്ല. നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി വളരണം അല്ലേ? ആരും ഒന്നും കഴിക്കാതിരുന്നാൽ ഹോട്ടൽ ഇൻഡസ്ട്രി വളരണം. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വളർന്നു വരുന്ന മേഖലകളാണിതൊക്കെ, ടൂറിസവും ഭക്ഷണം അല്ലേ? ചിലർ ചോദിക്കാമല്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണത്, പിന്നെ ചിലവാക്കണ്ടേ? നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഒരു വീതം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പോൾ ശനി ഞായറുമാണോ പോകേണ്ടത്, മാസത്തിലൊന്നാണ്, 6 മാസത്തിലൊരിക്കലാണ്, എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണോ പോകേണ്ടത്, എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടാണോ പോകേണ്ടത്, ഏത് രീതിയിലാണ്? അപ്പോൾ ചില ഫാമിലികളൊക്കെ ഒന്നിച്ച് ചേർന്നുള്ള ഔട്ടിങ്ങുകൾ, പണ്ടത്തേക്കാളേറെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംസ്കാരം വളരുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ടുള്ള വളർച്ച. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ കേരളത്തിലെ കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിന് കടമാണ്. കേരളം കടത്തിലാണ്, പക്ഷേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിനോദയാത്ര ലെഷറൊക്കെ അത്യാവശ്യമാണെങ്കിലും അതിന് ഞാൻ എത്ര മാറ്റി വയ്ക്കണം, അതെൻ്റെ എക്സ്പെൻഡിച്ചർ കോളത്തിൽ ഞാൻ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം എക്സ്പെൻഡിച്ചർ കോളത്തിൽ വീട്ടിലെ ചിലവെന്ന് പറയുമ്പോൾ കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ ചാർജും മാത്രമല്ല, അതെൻ്റെ വിനോദത്തിൻ്റെ ചാർജും കൂടിയാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കോളത്തിൽ അത് കണ്ടുവെച്ച് കഴിഞ്ഞെന്നാൽ അതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വിനോദത്തിൻ്റെ കോളത്തിലേക്ക് നേരത്തെ പറഞ്ഞാൽ മാറ്റേണ്ടത്. ഇതെല്ലാം ടാലി ചെയ്ത് പോകണമെന്നുള്ളതാണ്. ടാലി ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസിങ്ങിൽ പോവുക എന്നുള്ളതാണ്. ഇനി ഈ മാസം നമുക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ, ഓണമോ ക്രിസ്മസോ ഒക്കെ ഒരു ഫെസ്റ്റിവൽ സീസണായിപ്പോയി, അതുകൊണ്ട് എനിക്ക് പിടിച്ചിട്ട് ഇത് ടാലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാനതിനെ റെക്ടിഫൈ ചെയ്തിരിക്കണം. അതിനുള്ളൊരു ഇച്ഛാശക്തി എനിക്ക് വേണം. അങ്ങനെ റെക്ടിഫൈ ചെയ്യണം. ഓർക്കണം, വേറൊരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ കോപ്പി അടിക്കരുത്. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അപ്പോൾ ഓരോ കുടുംബത്തിനും നമ്മളിങ്ങനെ പറയില്ലേ, ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളാണ്, അതുകൊണ്ട് വ്യത്യസ്തമായ ഉത്തരങ്ങളുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ടേക്ക് അവേ എന്നുള്ളത്. ആരുടെയും ബഡ്ജറ്റ് കോപ്പി അടിക്കരുത്, ഓരോ കുടുംബവും അവർക്കായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുക.